ഹായ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമുക്ക് ഈ ഇല കണ്ടിട്ടുണ്ടോ? ഇത് ചേമ്പിൻ്റെ ഇലയാണ് കേട്ടോ. വെട്ടിയേമ്പെന്നും പറയും, വലിയ ചേമ്പെന്നും പറയും, കണ്ടിച്ചേമ്പെന്നും പറയും. അതിൻ്റെ ഇലയാണിത്. അത് വെച്ച് നമുക്കൊരു കറി ഉണ്ടാക്കാം ഇന്ന് കേട്ടോ. ഹെൽത്തി ഫുഡാണിത്. കർക്കിടക മാസമല്ലേ, അപ്പോൾ ഈ ഇല വെച്ചൊരു കറി ഉണ്ടാക്കാം. നമുക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് കുറച്ച് ഇലയൊക്കെ. ഇത്ര ഇല ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഇലയാണിത്, അത് ചേമ്പിൻ്റെ ഇല. അത് വെച്ച് കറി വയ്ക്കാം. അപ്പം നമുക്ക് കുറച്ച് പയറും കൂടി വേവിച്ചിട്ടുണ്ട്. ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം കേട്ടോ. ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇലയും കൂടി വാരി പൊത്തി ഇതിനകത്ത് വെക്കാം കേട്ടോ. ഇപ്പൊ കർക്കിടക മാസം ആയതുകൊണ്ട് ഈ ഇലവർഗ്ഗങ്ങളൊക്കെയാണ് കഴിക്കേണ്ടത്. നമുക്കിന്ന് ഈ ചേമ്പിൻ്റെ ഇല കറി വയ്ക്കാം. ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി തൂവി കൊടുക്കാം. കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. അതിൽ പച്ചമുളക് ചേർക്കുന്നുണ്ട്, അപ്പോൾ കുറച്ചിട്ട് മതി. ഇത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. വെന്തോട്ടെ. അതിന് ചേർക്കാനായിട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു വെളുത്തുള്ളി, ചുമന്നുള്ളി 2 എണ്ണം, കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ, കറിവേപ്പില. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. തേങ്ങയിട്ട് പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി എല്ലാം കൂടി നമുക്ക് ഒതുക്കിയെടുക്കാം. കറിവേപ്പില, കുറച്ച് ജീരകം, ചെറുജീരകമാണ് കേട്ടോ. ഇത്രയും ജീരകം എടുക്കാം. ഇതൊന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം. കറക്കി വന്നിട്ടുണ്ട്. ഇനി അത് വെന്തോട്ടെ കേട്ടോ. ഇത്ര ഇല ഇട്ടതാണ് എല്ലാം ഒതുങ്ങിയത് കണ്ട. വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല, എന്നിട്ടും വെള്ളമാണിത്. ഈ നാളിൽ ഈ ഇലയൊക്കെയാണ് കഴിക്കേണ്ടത്. നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ചേമ്പിൻ്റെ ഇല. കൊഴുപ്പ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. വേവിട്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിന് ഇടേണ്ട കടുക് വറുത്തെടുക്കാം. രണ്ട് മറ്റൊരു മുളക് എടുക്കാം കേട്ടോ, വറുത്തിടാം.
ഇട്ട് കളഞ്ഞെടുക്കാം. സ്റ്റവ് കത്തിച്ച് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് വറുക്കാൻ. ചട്ടി ചൂടായിക്കോട്ടെ. കടുക്, തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. നമുക്ക് കടുക് വറുത്തയിലേക്ക് ഇടാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പയറും ഈ ഇലയും കൂടി. ഇല അരിഞ്ഞെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. കടുക് ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ പയറും ചേമ്പലയും കൂടി തോരൻ വെച്ചതാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ കാണുന്നവരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഉണ്ടല്ലോ ചേമ്പും ചെറുപയറും, ചേമ്പലയും ചെറുപയറും കൂടി തോരൻ വെച്ചതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.